74 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന നാവിക അഭ്യാസമായ മിലൻ 2026 വിശാഖപട്ടണത്ത് ആരംഭിച്ചു. ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂവിന്റെയും മിലൻ 2026ന്റെയും ഭാഗമായി നാവികസേനയുടെ ഓപ്പറേഷണൽ ഡെമോ ബംഗാൾ ഉൾക്കടലിലാണ് നടന്നത്. സമുദ്രങ്ങളിലെ ഭീകരപ്രവർത്തനം തടയാൻ രാജ്യാന്തര തലത്തിൽ നാവികസേനകളുടെ സഹകരണം ശക്തമാക്കണമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂവിന്റെയും എക്സസൈസ് മിലാന്റെയും ഭാഗമായാണ് ഇന്ന് ബംഗാൾ ഉൾക്കടലിൽ നാവികസേനയുടെ ഓപ്പറേഷണൽ ഡെമോ നടന്നത്. ഓപ്പറേഷണൽ ഡെമോയിൽ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും വിവിധ എയർക്രാഫ്റ്റുകൾ പങ്കെടുത്തു. വിശാഖപട്ടണത്തെ RK ബീച്ചിൽ സിറ്റി പരേഡ് നടന്നു. ഇതിൽ വിദേശ രാജ്യങ്ങളിലെ നാവികസേനാംഗങ്ങൾ ഉൾപ്പെടെ ഭാഗമായി. രാജ്യങ്ങൾ പങ്കെടുക്കുന്ന എക്സസൈസ് മിലാൻ രാവിലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. സമുദ്ര മേഖലകളിൽ ഭീകരപ്രവർത്തനങ്ങൾ ശക്തമാകുകയാണെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇത് തടയുന്നതിനായി എല്ലാ രാജ്യങ്ങളിലെയും നാവികസേനകൾ സംയുക്തമായി പ്രവർത്തിക്കണമെന്നും പ്രതിരോധ മന്ത്രി ആവശ്യപ്പെട്ടു. Through joint exercises at sea, professional interactions during such meetings and the cultural exchanges, we reaffirm our commitment for establishing a lasting bond of friendship. We aspire to establish an equitable maritime order based on international rules and freedom of navigation in accordance with the international law. എക്സസൈസ് മിലാന്റെ ഭാഗമായി കടലിൽ നടക്കുന്ന നാവികാഭ്യാസ പ്രകടനങ്ങൾ 22 മുതലാണ് ആരംഭിക്കുന്നത്. ഇത്തവണത്തെ കടലിൽ നടക്കുന്ന നാവികാഭ്യാസ പ്രകടനങ്ങളിൽ 70-ലധികം രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. വിശാഖപട്ടണത്ത് നിന്നും ക്യാമറാമാൻ ജഗദീഷ് മിശ്രനൊപ്പം B ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.